നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് കോടതിയിൽ നല്ല ഗംഭീരമായിട്ട് നവീന്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുവാണ്. നവീന് അനാമയെ വിളിച്ചിട്ട് കല്യാണത്തിന് മുമ്പ് അനാമയ്ക്ക് കുറെ റിലേഷൻ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അനാമിക അതൊക്കെ നിഷേധിച്ചു. ഒടുവില് തെളിവ് സഹിതം ഹാജരാക്കാനായിട്ട് നവീൻ തയ്യാറാകുകയാണ്. അല്ല, സ്റ്റബീൻ എന്നൊരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയാവുന്ന ഒരു ചോദ്യമായിരുന്നു. ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ബന്ധവും ഇല്ല കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഇല്ലല്ലേ? പിന്നീട് കോടതിയെ നവീൻ അറിയിക്കുകയാണ്, ഇത് ഞാൻ വെറും ഊഹാപോഹം പറഞ്ഞല്ല, വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന സാക്ഷികളും തെളിവുകളും ഒക്കെ ഉണ്ട്, അവരെ കോടതിയെ ഹാജരാക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെബിനെ തന്നെ വിളിക്കണം. സ്റ്റെബിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അന്തം വിട്ടുപോയി അനാമിക. ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്ദു അനിയൊക്കെ പരസ്പരം നോക്കുകയാണ്, അവരും ഇത് പ്രതീക്ഷിച്ചില്ല നവീൻ ഇത്രമാത്രം കടന്നു പോകുന്നുള്ള കാര്യം. അപ്പം അനി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നവീനെ സ്റ്റെബിനും അനാമിയയും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന അവരുടെ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെബിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നവീന്. അങ്ങനെ സ്റ്റെബിനെ വശീകരിച്ചു കൊണ്ടുവന്നാണ്. വശീകരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവന് മനസ്സിലായി, കാരണം ഒരു രൂപ പോലും കോമ്പൻസേഷൻ കിട്ടില്ലെങ്കിൽ ഇവൾ ഇനിയിപ്പൊ തന്റെ തലയെ തൂങ്ങുന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ പിന്നെ കോടതിയെ വന്ന സത്യം പറയാനായിട്ട് അവൻ ഒരുങ്ങുമായിരുന്നു. അങ്ങനെ അങ്ങനെ പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്നു. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, പേരെന്താ, എങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ സ്റ്റെബിൻ ആ കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് ചോദിച്ചു, ഈ നിൽക്കുന്ന അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി അറിയാവെന്ന് ചോദിച്ചു. അറിയാം. അല്ല, നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? ഞങ്ങൾ തമ്മിൽ കുറെ കാലങ്ങളായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞു. ആണോ? അല്ല, എങ്ങനെയുള്ള പരിചയമാണ്? വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, അല്ല, ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിനപ്പുറത്തേക്കുള്ള ബന്ധമാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അത് കേട്ടതും അനാമികയുടെ മുഖം വിളറി വെളുത്തു, രക്തമയമില്ലെന്നായി. വേണുവൊക്കെ തല കുനിച്ചിരിക്കുകയാണ്. പെട്ടുപോയെന്നുള്ള കാര്യം മനസ്സിലായി. അത്രേ സമയം വല്ലാത്ത സങ്കടത്തിലായിരുന്നു അനി ഇരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നി. സ്റ്റെബിനെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ തനിക്ക് മിക്കവാറും കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുമെന്നുള്ള കാര്യത്തില്. അങ്ങനെ സ്റ്റെബിനോട് വീണ്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ എത്ര നാളായി അടുപ്പത്തിലായിട്ട്? പിന്നെ സ്റ്റെബിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണത്തിന് ശേഷം അതൊന്നുകൂടെ സ്ട്രോങ് ആകുകയോ ചെയ്തേ. ഇത് അനി ഒരു തവണ കണ്ടതുമാണ്. അതിന്റെ പേരിൽ അനാമിക അനിയും തമ്മിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അനാമിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞില്ലേ? അനാമിക അറിഞ്ഞ് തനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്റ്റെബിന് ഒടുവില് നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയല്ലേ ചെയ്തേ. കോടതിക്ക് കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടു. കാരണം ഇതിനു മുമ്പ് അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കോടതിയെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് നവീന്. അനാമികയുടെ ദുർനടപ്പും അനാമികയുടെ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അനിയെ പലവട്ടം ഉപദ്രവിച്ചിട്ടുണ്ട്, അതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കോടതിക്ക് മനസ്സിലായി അനാമിക എന്ന പെൺകുട്ടി ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് അനി ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നുള്ള കാര്യം. ഒരുപക്ഷെ ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും അനിയുടെ ജീവിതം നല്ലതായിട്ട് പോകാൻ പോകുന്നില്ല. അനാമിക കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അവന്റെ വിസ്താരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് നവീൻ അനാമികയോട്, ഇതിനു മുമ്പ് കടമില്ലായിരുന്നു നിങ്ങൾക്ക്? കല്യാണത്തിന് ശേഷം ആയിരുന്നില്ലല്ലോ, അതിനു മുമ്പ് ലക്ഷങ്ങൾ നിങ്ങളുടെ അച്ഛന് കടം വാങ്ങിച്ചിട്ടില്ലേ? പലതവണ നിങ്ങളുടെ വീട്ടിലെ കടക്കാരി കയറി ഇറങ്ങിയിട്ടില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ അതൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും തെളിവ് സഹിതം നവീൻ ഹാജരാക്കുവാണ്. അങ്ങനെ ഒടുവില് അനാമികയുടെ വക്കീലും അനാമികയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമാണെന്ന് കോടതി ബോധ്യപ്പെട്ടു. ജോർജ് വക്കീൽ അത്രയും സമയം വലിയ അഹങ്കാരം കാണിച്ചിരുന്നതാണ്. പക്ഷെ ഇതോടുകൂടി വക്കീലിന് മനസ്സിലായി കയ്യിൽ നിന്ന് പിടിവിട്ടു പോയെന്നുള്ള കാര്യങ്ങള്. അങ്ങനെ കോടതിക്ക് കാര്യം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോടതി പറഞ്ഞു, ഇനിയിപ്പോ ഇതിനകത്ത് ഒരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ കോടതിക്ക് വ്യക്തമായ സ്ഥിതിക്ക് കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും ജോർജ് വക്കീൽ പറഞ്ഞു, ഇതെന്താ ഇവിടെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണ്ടേ? ഇത്രയൊക്കെ കുറെ കാലം അയാളോടൊപ്പം പോയി ജീവിച്ചിട്ട് ഒരു കോമ്പൻസേഷൻ പോലും കൊടുക്കാതെ നീതി കൊടുക്കണമെങ്കിൽ പെൺകുട്ടിയുടെ സ്വഭാവം ഇത്രയെങ്കിലും ഒരു നല്ലതായിരിക്കണം. പറയത്തക്ക രീതിയിൽ ഒരു ഗുണഗണങ്ങളും ഇല്ലാതെ ഇവള്, അത് മാത്രമല്ല ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് പോയിട്ട് അവന്റെ ജീവിതം തകർന്നു പോയത്, അവന് നഷ്ടങ്ങളോ സംഭവിച്ചിട്ടുള്ളൂ.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴവൻ അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, അവന്റെ ജീവിതം തകർത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അനാമയ്ക്കും എനിക്കും ഡിവോഴ്സ് കിട്ടുവാണ്. 1 രൂപ പോലും കൊടുക്കാതെ അങ്ങനെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നവീൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നവീൻ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നവീൻ ഒരു വാശി കൂടിയായിരുന്നു ഈ ഡിവോഴ്സ് വാങ്ങിയെടുക്കണമെന്ന്. അനാമയ്ക്കും വേണുവിനും അടിയായി. 2-3 കോടി അടിച്ചു മാറ്റാന്ന് കരുതിയിരുന്ന ഇപ്പൊ അതുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. ഇനി വക്കീൽ ഫീസ് കൊടുക്കണ പോലും പൈസയില്ല. ആദ്യം തന്നെ നവീൻ പറഞ്ഞ വെറുതെ ഒരു ഇതിന് പോകണ്ട, വക്കീൽ ഫീസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങള് ഡിവോഴ്സ് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ വന്നതാ. നവീൻ പറയുകയും ചെയ്തായിരുന്നു ഇന്ന് എന്താണെങ്കിലും ഞാൻ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയെടുക്കുമെന്ന്. അങ്ങനെ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കൊന്ന് തുള്ളിച്ചാണെന്ന് തോന്നി. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇനി ഡിവോഴ്സ് കിട്ടുമെന്ന്. നവീൻ എന്നെ വിശ്വസിക്കാൻ പറഞ്ഞില്ലേ, നിനക്കല്ലായിരുന്നു വിശ്വാസമില്ലാത്ത. എടി അത് പിന്നെ ഞാന് അങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വരുവാണ്. നന്ദു അനിയും കൂടെ. അപ്പോഴേക്കും നവീൻ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനിയെന്ന് താങ്ക്സ് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എടാ ഞാൻ പ്രതീക്ഷിച്ചു നീയാ, എനിക്കറിയാം നീ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ, ഞാൻ ഡിവോഴ്സ് വാങ്ങി തരില്ല എന്ന് നീ കരുതിയില്ലേ, എനിക്കറിയായിരുന്നു, അതുകൊണ്ടായിരിക്കും നീ നന്ദുവിനെ റെക്കമെൻഡ് ചെയ്യിക്കാൻ വിട്ടല്ലേന്ന് ചോദിച്ചു. എടാ അത് പിന്നെ ഞാൻ കരുതി നീ അനാമിയോടൊപ്പം. എടാ കൂട്ടുകാരെ ചതിക്കുന്നവനല്ല ഒരിക്കലും ഈ നവീന്, അത് നീയാണ് മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ അനി സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നന്ദുവിനോട് നവീൻ ചോദിച്ചു, ഇപ്പൊ നന്ദുവിന് സന്തോഷമായോ എന്ന് ചോദിച്ചു. അത് കേട്ടത് നന്ദു പറഞ്ഞു, അല്ല അത് പിന്നെ അനാമികയിൽ നിന്നൊരു മോചനം എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വേണു അനാമയും കൂടെ ഇറങ്ങി വന്നു. അനിയും കൂടി ചെന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നേ, ഡിവോഴ്സ് തരത്തില്ല, കോമ്പൻസേഷൻ തരണം എന്നൊക്കെ. 1 രൂപ പോലും ചെലവില്ലാതെ ഡിവോഴ്സ് വാങ്ങിയെടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമികയോട് നീ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടാ. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അനി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് രക്ഷപ്പെടാനാ, എന്റെ ഡിവോഴ്സ് പേപ്പറും കിട്ടിയല്ലോ, ഇനി എനിക്കിപ്പോ നിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലടി, എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് മനസ്സിലായി, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ലടാന്നും പറഞ്ഞുകൊണ്ട് അനാമിക വെല്ലുവിളിക്കുകയാണ്. പിന്നീട് വേണുവിനോട് പറഞ്ഞു, ഭാച്ച നമുക്ക് പോകാന്ന് പറഞ്ഞ് നാണം കെട്ട് തല താഴ്ത്തി അവിടെ നിന്ന് പോയി. പിന്നീട് ജോർജ് വക്കീൽ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും നവീൻ ചെന്നിട്ട് പറഞ്ഞു, വക്കീലെ ആത്മവിശ്വാസമൊക്കെ നല്ലതാ, പക്ഷേങ്കിലുണ്ടല്ലോ നിരപരാധികളായ കുറെ ആൾക്കാരുടെ കണ്ണീര് വീഴ്ചിട്ടുണ്ട് താനെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എന്റെ മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇനി അതും നടക്കില്ല എന്ന് പറഞ്ഞു. ജോർജ് വക്കീലിന് നല്ലൊരു അടിയായിരുന്നു. ഈ കേസ് തോറ്റുപോയാല് ഏറ്റെടുത്ത് ഒരുമാതിരി എല്ലാ കേസുകളും ജയിച്ചിട്ടുള്ളൂ, പക്ഷെ ഈ കേസ് 8 നില പൊട്ടിപ്പോയില്ലേ. അങ്ങനെ നന്ദു നവീനും എല്ലാവരും തിരിച്ചു പോരുവാണ്. അനിക്ക് ഡിവോഴ്സ് കിട്ടിയെന്നുള്ള കാര്യം അനി ആദ്യം വിളിച്ചു പറയുന്നത് ആദർശനെ നയനയുമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശനും നയനയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും നയനയോട് ആദർശ് പറഞ്ഞു, അനിയെ നവീൻ ചതിക്കുമെന്നും പറഞ്ഞല്ലേ ഇരുന്നേ, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതെ, ഡിവോഴ്സ് കൊടുത്തു, ഇനിയിപ്പം എനിക്ക് അനിയുടേതായ ജീവിതം ജീവിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഇളയമ്മ ചിലപ്പോൾ കല്യാണത്തിന് ചിലപ്പോൾ നിർബന്ധിച്ചെന്നിരിക്കും. ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയാണ് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യം പോകുന്നത്. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ തീരുമാനം പോലെ നടക്കട്ടെ. പിന്നെ നവീൻ ഇനി അവന് കുറ്റം പറയാൻ പറ്റില്ല, നവീൻ ഡിവോഴ്സ് വാങ്ങി കൊടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നത്. നയന പറഞ്ഞു, അത് ശരിയാ, നവീന് അനിയോട് സ്നേഹമുണ്ട്, കൂട്ടുകാരനല്ലേ, ഒരിക്കലും കൂട്ടുകാരനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അത് ഞാൻ ആദ്യം തന്നെ അനിയോട് പറഞ്ഞ കാര്യമായിരുന്നു ആദർശേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനന്തപുരിയിലെ ഒരു ഉത്സവ പ്രതീതിയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അനാമികളിൽ നിന്ന് ഒരു മോചനം കിട്ടിയല്ലോ, അവന്തേക്ക് സന്തോഷമായി. കാരണം ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് തന്റെ അനിയേട്ടനെ വിവാഹം നടത്താന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അധികം വൈകാതെ അത് നടക്കുമല്ലോ എന്നൊരു ചിന്ത അവന്തികയുടെ മനസ്സിലുണ്ട്. പക്ഷെ അവന്തേക്ക് അറിയില്ലല്ലോ ഒരിക്കലും നടക്കാത്ത സ്വപ്നം അതെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കനയ്ക്കും കൂന്തലും നല്ല ടെൻഷനായി. കാരണം അനി ഇപ്പൊ ഫ്രീ ആയി, ഇനിയിപ്പൊ വേണമെങ്കിൽ നന്ദുവിനും എനിക്കും കൂടെ ഒരുമിക്കാവുന്നുള്ളൂ. എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലെ വേട്ടയാടുന്നുണ്ട്. അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.